ഹലോ. അപ്പം നമ്മുടെ മൈക്രോ എക്കണോമിക്സിന്റെ ചാപ്റ്റർ 5, നിങ്ങൾക്ക് മൈക്രോ എക്കണോമിക്സിലായിട്ട് ലാസ്റ്റ് ചാപ്റ്റർ ആണ് ചാപ്റ്റർ 5, മാർക്കറ്റ് ഇക്വിലിബ്രിയം. ഈ മാർക്കറ്റ് ഇക്വിലിബ്രിയത്തിൽ നിന്ന് ക്രിസ്മസ് എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ് അവിടുത്തെ കീ ഏരിയാസ് എന്നാണ് നിങ്ങൾക്ക് ഇന്ന് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത്. ഈ പോർഷൻസ് നിർബന്ധമായിട്ടും പഠിച്ചിട്ട് പോകണം, അല്ലെങ്കിൽ ഞാൻ പറയുന്ന ടോപ്പിക്കുകൾ മറക്കാതെ പഠിച്ചിട്ട് പോയാൽ നിങ്ങൾക്ക് ഈ ചാപ്റ്ററിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസിനെല്ലാം ആൻസർ കൊടുക്കാനായിട്ട് പറ്റും, നല്ല മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. ഈ ചാപ്റ്ററിൽ ഫസ്റ്റ് നിങ്ങൾ പഠിക്കേണ്ടതാണ് പ്രൈസ് മെക്കാനിസം എന്താണ് പഠിക്കേണ്ടത്? പ്രൈസ് മെക്കാനിസം അല്ലെ, ഡിമാൻഡ് ആൻഡ് സപ്ലൈ അനുസരിച്ചുള്ള ആ പ്രോസസ്സിനെയാണ് പ്രൈസ് മെക്കാനിസം എന്ന് വിളിക്കുന്നത്. പ്രൈസ് ഫിക്സിങ്ങിന്റെ ഒരു മെത്തേഡ് ആണല്ലേ പ്രൈസ് മെക്കാനിസം. ജസ്റ്റ് 2 മാർക്സിന് ചോദിക്കുന്നതാണ് പ്രൈസ് മെക്കാനിസം എന്താണെന്ന്. ഓക്കെ, ദെൻ അടുത്തൊരു ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കുന്നതാണ് എന്താണ് ടേം ഇക്വിലിബ്രിയം. ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞ ടേം, ഇക്വിലിബ്രിയം നോർമൽ പറഞ്ഞാൽ സ്റ്റേബിൾ, ഈക്വൽ എന്നാണ് അർത്ഥം വരുന്നത്. എന്താണ് ഇക്വിലിബ്രിയം എന്നുകൊണ്ട് എവിടെ ഉദ്ദേശിക്കുന്നത്? നമ്മുടെ എക്കണോമിക്സിൽ യൂസ് ചെയ്യുന്നത് അല്ലേ. സപ്ലൈ ആൻഡ് ഡിമാൻഡ് സെയിം ആകുന്ന പോയിന്റ് അല്ലേ. ഒരു സപ്ലൈ, ഇക്വിലിബ്രിയം പ്രൈസ്, ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റി എന്ന് പറയുന്ന കോൺസെപ്റ്റുകൾ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ നിർബന്ധമായിട്ടും ഈ ഒരു ഇക്വേഷൻ നിങ്ങൾ കൊടുക്കണം. കേട്ടോ. ഇക്വിലിബ്രിയത്തിനെ പറ്റി ചോദിക്കുമ്പോൾ ഇക്വേഷൻ കൊടുക്കണം, ഗ്രാഫ് വരയ്ക്കണം. ഡിമാൻഡ് ആൻഡ് സപ്ലൈ മീറ്റ് ചെയ്യുന്ന പോയിന്റ് ആണ് ഇക്വിലിബ്രിയം പോയിന്റ്. അതിന് നേരെ വരുന്ന പ്രൈസ് ആണ് ഇക്വിലിബ്രിയം പ്രൈസ്, അതിന് വരുന്ന ക്വാണ്ടിറ്റി ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റി എന്ന ഗ്രാഫ് നിർബന്ധമായിട്ടും കൊടുക്കണം. മസ്റ്റ് ഡ്രോ, നിർബന്ധമായിട്ടും വരച്ചിരിക്കണം. ഗ്രാഫ്, ഇക്വേഷൻ നിർബന്ധമായിട്ടും കോട്ട് ചെയ്തിരിക്കണം. ദെൻ അടുത്ത ചാപ്റ്ററിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഏറ്റവും ലെങ്തി ടോപ്പിക്കാണ് ഷിഫ്റ്റ് ഇൻ ഡിമാൻഡ് ആൻഡ് സപ്ലൈ. ഡിമാൻഡിനോ സപ്ലൈക്കോ വരുന്നു, ഡിമാൻഡ് കർവിനോ സപ്ലൈ കർവിനോ ഷിഫ്റ്റ് വരുന്നു. ഷിഫ്റ്റ് വരുമ്പോൾ എന്ത് സംഭവിക്കും? ഇക്വിലിബ്രിയം പ്രൈസിന്, ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റിക്ക്, ഇക്വിലിബ്രിയത്തിന് എന്ത് സംഭവിക്കും എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ എസ്എ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാം, അല്ലെങ്കിൽ ഓരോന്നിടത്ത് ചോദിക്കാം. 3 രീതിയിൽ സംഭവിക്കാം. ഡിമാൻഡിന് ചേഞ്ച് വരുന്നു, ഡിമാൻഡ് ഷിഫ്റ്റ് ചെയ്യുന്നു, സപ്ലൈക്ക് ചേഞ്ച് ഇല്ല. 2, സപ്ലൈ ഷിഫ്റ്റ് ചെയ്യുന്നു, ഡിമാൻഡിന് ചേഞ്ച് ഒന്നുമില്ല. രണ്ടുപേരും ഷിഫ്റ്റ് ചെയ്യുന്നു. ഫസ്റ്റ് ഏതാണ്? ഷിഫ്റ്റ് ഇൻ ഡിമാൻഡ്, ഡിമാൻഡ് കർവ് ഷിഫ്റ്റ് ചെയ്യുന്നു, സപ്ലൈ ഒരു മാറ്റവുമില്ല, അൺചേഞ്ച് ആയിട്ടിരിക്കുന്നു. അപ്പം ഡിമാൻഡ് കർവ് റൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ഡിമാൻഡ് കർവ് ലെഫ്റ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നു? അടുത്തത് എന്താണ്? ഷിഫ്റ്റ് ഇൻ സപ്ലൈ, സപ്ലൈക്ക് ചേഞ്ച് വരുന്നു അല്ലേ. സപ്ലൈക്ക് ചേഞ്ച് വരുന്നു, ഡിമാൻഡിന് യാതൊരു ചേഞ്ചും ഇല്ല. ഡിമാൻഡ് ഞാൻ അവിടെ തന്നെ നിൽക്കുമെന്ന് തീരുമാനിക്കുന്നു. അപ്പം സപ്ലൈ കർവ് റൈറ്റ് വേർഡ് മാറിയാൽ, സപ്ലൈ കർവ് ലെഫ്റ്റ് വേർഡ് ഷിഫ്റ്റ് ചെയ്താൽ എന്ത് സംഭവിക്കും? ഇത് ഓരോന്നും ഓരോ സെപ്പറേറ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാം. ഓക്കെ, സപ്ലൈ കർവ് റൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്തു, ഡിമാൻഡ് കർവ് അൺചേഞ്ച് ആണ്, എന്ത് സംഭവിക്കും? ഇക്വിലിബ്രിയം പ്രൈസ്, ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റി, അല്ലെങ്കിൽ എല്ലാവരെയും കൂടെ ചേർത്ത് ചോദിക്കാം. ദെൻ സൈമുൾട്ടേനിയസ് ഷിഫ്റ്റ്, 2 പേർക്കും ഷിഫ്റ്റ് ഉണ്ടാകുന്നു. 2 പേരും റൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു, 2 പേരും ലെഫ്റ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു. അല്ലെങ്കിൽ ഡിമാൻഡ് ലെഫ്റ്റിലേക്ക്, സപ്ലൈ റൈറ്റിലേക്ക്. അവർ പിണക്കമായിരുന്നു, ഒരാൾ ലെഫ്റ്റിലേക്ക് പോയപ്പോൾ ഒരാൾ റൈറ്റിലേക്ക് പോയി, ഡിമാൻഡ് റൈറ്റിലേക്ക് വന്നപ്പോൾ സപ്ലൈ ലെഫ്റ്റിലേക്ക് പോയി. ഇങ്ങനെ ഓരോ കണ്ടീഷൻസ് തന്നിട്ട് എന്ത് സംഭവിച്ചു ഇക്വിലിബ്രിയം പ്രൈസിന്, ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റിക്ക് എന്ത് സംഭവിച്ചു എന്നുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ഇതെല്ലാം കൂടെ ചേർത്ത് ഞാൻ പറഞ്ഞില്ലേ 8 മാർക്കിന്റെ എസ്എ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാം. അതല്ല എങ്കിൽ സെപ്പറേറ്റ് ചോദിക്കാം. പഠിച്ചിട്ട് പോണേ. പിന്നീട് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലും കാണുന്നതാണ്, ഒന്നെങ്കിൽ 2 പേരെയും ചോദിക്കും. 2 പേരെ ചോദിക്കുന്നത് റെയർ ആണ്, ഒരാളെയെങ്കിലും ചോദിച്ചിരിക്കും. എന്താണ്? പ്രൈസ് സീലിംഗ്, ഫ്ലോർ പ്രൈസിങ്. മാർക്കറ്റിനെ റെഗുലേറ്റ് ചെയ്യാനായിട്ട് ഗവൺമെന്റിന്റെ ഇന്റർവെൻഷൻസ് ആണ് പ്രൈസ് സീലിംഗും ഫ്ലോർ പ്രൈസിങ്ങും അല്ലെ. പ്രൈസ് സീൽ ചെയ്യുക അല്ലെ, പ്രൈസിന് ഒരു ലിമിറ്റ് വെക്കുക, അതല്ലെങ്കിൽ ഫ്ലോർ പ്രൈസ് ഒരു താങ്ങുവില പ്രഖ്യാപിക്കുക. ഈ 2 ഒരു കോൺസെപ്റ്റുകൾ എന്തൊക്കെയാണ്? എന്താണ് പ്രൈസ് സീലിംഗ്, എന്താണ് ഫ്ലോർ പ്രൈസിങ്? ഏതെങ്കിലും ഒരെണ്ണമെങ്കിലും എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും കാണും. ഇനി വൺ ഓഫ് ദം ഈസ് ഷുവർ, 99% നിങ്ങൾക്ക് ചോദിക്കാറുണ്ട്. ഇനി ക്വസ്റ്റ്യൻ ഇടുന്ന ആൾക്ക് ചോദിക്കാൻ തോന്നിയില്ലെങ്കിൽ അതിൽ ഞാൻ ഉത്തരവാദിയല്ല, അതുകൊണ്ട് ആ 1% ഞാൻ ഇങ്ങെടുത്തു. പ്രൈസ് സീലിംഗ് ഓർ ഫ്ലോർ പ്രൈസിങ് ഏതെങ്കിലും ഒന്ന് ചോദിക്കും. 2ഉം പഠിച്ചിട്ട് പോയി. ഏതാ ചോദിക്കുന്നതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, പറയാൻ പറ്റില്ല. അപ്പൊ എന്താണ് ചാപ്റ്ററിൽ മെയിൻ ആയിട്ട് പഠിക്കേണ്ടത്? ഇക്വിലിബ്രിയം എന്താണ്? ഇക്വിലിബ്രിയത്തിന്റെ ചോദിക്കുമ്പോൾ ഗ്രാഫ് ഇക്വേഷൻ, ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റി എന്താണ്, ഇക്വിലിബ്രിയം പ്രൈസ് എന്താണ്. പിന്നെ ഷിഫ്റ്റ് ഇൻ ഡിമാൻഡ്, സപ്ലൈ അൺചേഞ്ച്ഡ്, ഷിഫ്റ്റ് ഇൻ സപ്ലൈ, ഡിമാൻഡ് ആൻഡ് ചേഞ്ച്, സൈമുൾട്ടേനിയസ് ഷിഫ്റ്റ് ഇൻ ഡിമാൻഡ് ആൻഡ് സപ്ലൈ, ഓരോ കണ്ടീഷൻസ് പഠിക്കണം. ദെൻ പ്രൈസ് സീലിംഗ് എന്താണ്, ഫ്ലോർ പ്രൈസ് എന്താണ്, ഗവൺമെന്റ് ഇന്റർവെൻഷൻസ്. ഈ 3 ടോപ്പിക്കുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ് എസ്എ ക്വസ്റ്റ്യൻസ് ചോദിക്കാം, ഇൻഡിവിജ്വൽ ആയിട്ട് ചോദിക്കാം. മറക്കാതെ പഠിച്ചിട്ട് പോയാൽ ഈ ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻസിന് എല്ലാം നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടും. ഓക്കെ, പഠിക്കത്തില്ലേ? സെറ്റ് ആക്കത്തില്ലേ? ഓൾ ദ ബെസ്റ്റ്.